1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച മഹാവിസ്ഫോടനം അഥവാ ബിഗ് ബാങ്കിലൂടെ വികാസം പ്രാപിക്കാൻ തുടങ്ങിയതാണ് നമ്മുടെ ഈ പ്രപഞ്ചം. ഉത്ഭവിച്ച സമയത്തെ പ്രപഞ്ചം എങ്ങനെയായിരുന്നു? 460 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു തീഗോളമായി നമ്മുടെ ഭൂമി രൂപപ്പെടുന്നതിന് മുൻപുള്ള പ്രപഞ്ചം എങ്ങനെയായിരുന്നു? ഇതൊന്നും നമ്മൾ ആരും കണ്ടിട്ടേയില്ല. എന്നാൽ ഇതെല്ലാം നമ്മുടെ കൺമുൻപിലേക്ക് എത്തിക്കുകയാണ് നാസ. അത്യാധുനിക സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ച എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു അത്ഭുത സൃഷ്ടി. ചരിത്രത്തിൽ ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും ശക്തിയേറിയ ടെലസ്കോപ്പ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് അഥവാ JWST. ഇതിനോടകം ഈ സ്പേസ് ടെലസ്കോപ്പ് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പിലുള്ള പ്രപഞ്ചത്തെ വരെ കണ്ടുകഴിഞ്ഞു. 3 പതിറ്റാണ്ടിലും കൂടുതൽ കാലമായി പ്രപഞ്ചത്തിന്റെ വിദൂര ദിക്കുകളിൽ നമുക്കൊരിക്കലും എത്തിപ്പെടാൻ സാധിക്കാത്ത പ്രദേശങ്ങളിലുള്ള അത്ഭുതങ്ങളെല്ലാം നമ്മൾ ഹബിളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ധാരാളം പുതിയ നക്ഷത്രങ്ങൾ, പുതിയ ഗ്രഹങ്ങൾ, ബ്ലാക്ക് ഹോളുകൾ, പവിഴപ്പുറ്റുകളെക്കാളും സുന്ദരമായി പല വർണ്ണങ്ങളിൽ തിളങ്ങുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള വലിയ സമൂഹങ്ങൾ, അങ്ങനെ ധാരാളം വിസ്മയ കാഴ്ചകൾ. കഴിഞ്ഞ 30 വർഷക്കാലത്തിലും കൂടുതലായി പ്രപഞ്ചത്തിന്റെ അഗാധത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഈ ഹബിളാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനങ്ങൾക്ക് വലിയ മാറ്റം വരുത്തിയത്. ആ കാഴ്ചകളെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ്. ബഹിരാകാശത്തെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഭൂമിയിലെ പല നിരീക്ഷണ കേന്ദ്രങ്ങളിലുമായി ധാരാളം ടെലസ്കോപ്പുകളുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ടെലസ്കോപ്പുകളാണവ. ഇവ മാത്രമല്ല, ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള വേറെയും ധാരാളം ടെലസ്കോപ്പുകളുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിനും പുറത്ത് ഭൂമിയുടെ ഒരു ഭ്രമണപഥത്തിൽ സ്ഥിതി ചെയ്യുന്ന ടെലസ്കോപ്പുകളാണവ. ഇത്തരം ടെലസ്കോപ്പുകളെ സ്പേസ് ടെലസ്കോപ്പുകൾ എന്നാണ് വിളിക്കുന്നത്. ബഹിരാകാശത്തെ വസ്തുക്കളെപ്പറ്റി പഠിക്കുന്നതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആ വസ്തുക്കളിൽ നിന്നും വരുന്ന പ്രകാശത്തെയാണ്. വ്യത്യസ്ത വേവ് ലെങ്തുകളിലാണ് പ്രകാശം ഓരോ വസ്തുക്കളിൽ നിന്നും പുറത്തു വരുന്നത്. ഇവയിൽ എല്ലാ വേവ് ലെങ്തിലുമുള്ള പ്രകാശങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷം കടത്തിവിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ള ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുക എന്നത് നമുക്ക് ഒരുപാട് ലിമിറ്റേഷനുകളുള്ള കാര്യമാണ്. ബഹിരാകാശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ടെലസ്കോപ്പുകളെ ഫ്രീക്വൻസി റേഞ്ചുകളുടെ അടിസ്ഥാനത്തിൽ പല ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ഗാമ റേസ്, എക്സ് റേസ്, അൾട്രാ വയലറ്റ്, വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ് ആൻഡ് റേഡിയോ. ഈ വിഭാഗങ്ങളിൽപ്പെട്ട 30ഓളം സ്പേസ് ടെലസ്കോപ്പുകൾ ഭൂമിക്ക് പുറത്ത് പല ഭ്രമണപഥങ്ങളിലായി ബഹിരാകാശത്തെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവയിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായ സ്പേസ് ടെലസ്കോപ്പ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പാണ്. 1969 മുതൽ ഒരു ബഹിരാകാശ ദൂരദർശൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ തുടങ്ങി. എന്നാൽ മനുഷ്യന്റെ ചന്ദ്രയാത്രയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നതിനാലും ഫണ്ട് സ്വരൂപിക്കാൻ സാധിക്കാതെ വന്നതിനാലും അന്ന് ആ ഉദ്യമം നടന്നില്ല. എന്നാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ തന്നെ ഈ ടെലസ്കോപ്പിന്റെ നിർമ്മാണം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ലാർജ് സ്പേസ് ടെലസ്കോപ്പ് എന്ന് പേര് നൽകാൻ തീരുമാനിച്ചിരുന്ന ഈ ടെലസ്കോപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ 2.4 മീറ്റർ വ്യാസമുള്ള പ്രധാന മിററിന്റെ മിനുക്ക് പണികൾ 1981 ആയപ്പോഴേക്കും തന്നെ പൂർത്തിയായി. അന്നേ വരെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ദൂരദർശനികളിൽ ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് ബഹിരാകാശത്ത് വെച്ച് തന്നെ റിപ്പയർ ചെയ്യുവാൻ കഴിയുന്ന വിധത്തിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ടെലസ്കോപ്പ് ആയിരുന്നു ഇത്. അങ്ങനെ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശീലനങ്ങൾ പോലും 1979 തന്നെ ആരംഭിച്ചിരുന്നു. ലാർജ് സ്പേസ് ടെലസ്കോപ്പ് എന്ന് പേരിടാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും ടെലസ്കോപ്പിന് 1983 ലോകപ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന എഡ്വിൻ ഹബിളിന്റെ പേര് നൽകി. അങ്ങനെ ഹബിൾ സ്പേസ് ടെലസ്കോപ്പായി മാറി. ദൂരദർശിനിയും മറ്റുപകരണങ്ങളുമെല്ലാം ഉറപ്പിക്കേണ്ട ബഹിരാകാശ പേടകത്തിന്റെ നിർമ്മാണമായിരുന്നു സാങ്കേതികപരമായി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ബഹിരാകാശ പേടകത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് വിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി. 1986 ഒക്ടോബർ മാസം ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് വിക്ഷേപിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ 1986 ജനുവരി മാസം 28-ാം തീയതി ചരിത്രത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ദുരന്തം സംഭവിച്ചു. 7 ബഹിരാകാശ സഞ്ചാരികളുമായി പറന്നുയർന്ന ചലഞ്ചർ വെറും 73 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴേക്കും പൊട്ടി തകർന്നുപോയി. ഇതേ തുടർന്ന് അടുത്ത 32 മാസക്കാലത്തോളം നാസയുടെ സകല ദൗത്യങ്ങളും മാറ്റിവെച്ചു. ദൂരദർശിനിയുടെ ഭാഗങ്ങളെല്ലാം പ്രത്യേകം മുറികളിൽ വിക്ഷേപണ തീയതി തീരുമാനിക്കുന്നതുവരെ സൂക്ഷിക്കപ്പെട്ടു.
പിന്നീട് പ്രധാന കണ്ണാടിയിൽ അടിഞ്ഞുകൂടിയ പൊടി മുഴുവനും നൈട്രജൻ ജെറ്റുകൾ ഉപയോഗിച്ചാണ് നീക്കം ചെയ്യുന്നത്. എല്ലാ ഭാഗവും പരിശോധിച്ച് പ്രവർത്തനക്ഷമമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം 1990 ഏപ്രിൽ മാസം 24-ാം തീയതി ഡിസ്കവറി സ്പേസ് ഷട്ടിലിൽ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് കുതിച്ചുയർന്നു. തൊട്ടടുത്ത ദിവസം ഏപ്രിൽ മാസം 25-ാം തീയതി സ്പേസ് ഷട്ടിലിലെ റിമോട്ട് മാനിപ്പുലേറ്റർ സിസ്റ്റം ആം ഉപയോഗിച്ച് ഹബിൾ സ്പേസ് ടെലസ്കോപ്പിനെ നിശ്ചയിച്ചിരുന്ന ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചു. മെയ് മാസം 20-ാം തീയതി ഹബിളിൽ നിന്നും പകർത്തിയ ആദ്യത്തെ ചിത്രം നമുക്ക് ലഭിച്ചു. HD 96755 എന്ന നക്ഷത്രത്തിന്റെ ചിത്രമായിരുന്നു അത്. ഈ ഒരു നക്ഷത്രത്തിന്റെ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് പകർത്തിയ ചിത്രവും ലാസ് ക്യാമ്പിനസ് ഒബ്സർവേറ്ററിയിൽ നിന്നും പകർത്തിയ ചിത്രവുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഭൂമിയിൽ നിന്നും പകർത്തിയ ഏറ്റവും മിഴിവാർന്ന ചിത്രത്തിന്റെ 50 മടങ്ങ് ക്ലാരിറ്റി കൂടിയ ചിത്രമാണ് ഹബിൾ പകർത്തിയത്. ഭൂമിയിലെ ടെലസ്കോപ്പും സ്പേസ് ടെലസ്കോപ്പുകളും തമ്മിലുള്ള വ്യത്യാസമാണിത്. ഈ പേടകം വിക്ഷേപിച്ചു കഴിഞ്ഞ് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഹബിളിൽ നിന്നും ലഭിക്കുന്ന ചിത്രങ്ങളിൽ ചില പ്രശ്നങ്ങൾ കാണാൻ തുടങ്ങി. ചിത്രങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നും മനസ്സിലായത് പ്രൈമറി മിറർ തെറ്റായ രീതിയിൽ നിർമ്മിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുത്തത് എന്നാണ്. കണ്ണാടിയുടെ ആകൃതിയിൽ വെറും 2.3 മൈക്രോമീറ്റർ മാത്രമേ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഭീകരമായ പ്രശ്നങ്ങളാണ് അവ സൃഷ്ടിച്ചത്. അതായത് കണ്ണാടിയുടെ വശങ്ങളിലൂടെ കടന്നുവരുന്ന പ്രകാശം പതിക്കുന്ന ഭാഗത്തല്ല മധ്യഭാഗത്തുകൂടെ കടന്നുവരുന്ന പ്രകാശം പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെലസ്കോപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചിത്രങ്ങൾ അവ്യക്തങ്ങളായിരുന്നു. ഇതിനെ സ്പെരിക്കൽ അബ്രേഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു വിഷയം പരിഹരിക്കുന്നതിനായി കറക്റ്റീവ് ഒപ്റ്റിക് സ്പേസ് ടെലസ്കോപ്പ് ആക്സിയൽ റീപ്ലേസ്മെന്റ് എന്ന ഉപകരണം നിർമ്മിച്ച് അത് ബഹിരാകാശത്ത് എത്തിച്ച് ടെലസ്കോപ്പിൽ കണക്ട് ചെയ്യുവാൻ തീരുമാനിച്ചു. ഇതിനായി 1993 ഡിസംബർ മാസം സ്പേസ് ഷട്ടിൽ എൻഡവറൻസ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പിന്റെ സമീപത്തേക്ക് കുതിച്ചു പാഞ്ഞു. ആ പേടകത്തിൽ ഹബിളിന്റെ സമീപത്തേക്ക് പറന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് പ്രധാനമായ 2 ദൗത്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ ഒരു ഉപകരണം കൃത്യമായി ടെലസ്കോപ്പിൽ ഘടിപ്പിച്ച് ടെലസ്കോപ്പിന്റെ തകരാറുകളെല്ലാം പരിഹരിക്കുക. രണ്ടാമതായി ടെലസ്കോപ്പിന് അൾട്രാ വയലറ്റ് രശ്മികളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള വൈറ്റ് ഫീൽഡ് പ്ലാനറ്ററി ക്യാമറ 2 എന്ന ഉപകരണവും ടെലസ്കോപ്പിൽ ഘടിപ്പിക്കുക. അവർ വിജയകരമായി ഈ 2 ദൗത്യങ്ങളും പൂർത്തീകരിച്ചു. ഈ ഒരു അറ്റകുറ്റപ്പണി അടക്കം നാളിതുവരെ 5 തവണ ബഹിരാകാശത്ത് വെച്ച് ഹബിൾ സ്പേസ് ടെലസ്കോപ്പിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട്. മിററിലെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഹബിളിലൂടെ ലോകം കണ്ടത് അത്ഭുതകരമായ കാഴ്ചകളായിരുന്നു. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് പകർത്തിയ ഏറ്റവും മനോഹരവും നമ്മെ വിസ്മയപ്പെടുത്തുന്നതുമായ ചിത്രമാണ് ഭൂമിയിൽ നിന്നും ഏകദേശം 340 കോടി പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന ഗാലക്സി കൂട്ടത്തിന്റെ ചിത്രം. ഒരുപാട് ഗാലക്സികൾ ഒത്തൊരുമിച്ച് കിടക്കുന്ന ഏബിൾ 2813 എന്ന ഗാലക്സി ക്ലസ്റ്റർ. ഭൂമിയിൽ നിന്നും ഏകദേശം 13 കോടി പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ആകാശഗംഗയേക്കാൾ വലിപ്പം ഒരുപാട് കുറഞ്ഞ മറ്റൊരു ഗാലക്സിയാണിത്, സെന്റൗറസ് എ. നമ്മുടെ ആകാശത്ത് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും തിളക്കം കൂടിയ ഗാലക്സികളിൽ ഒന്നാണിത്. അടുത്തത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു നെബുലയാണ്. ഭൂമിയിൽ നിന്നും 1344 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന ഓറിയോൺ നെബുല. ഏകദേശം 24 പ്രകാശവർഷത്തോളം വ്യാസമുള്ള ഈ നെബുലയിൽ അനേകം നക്ഷത്രങ്ങളാണ് പിറവിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെല്ലാർ നേഴ്സറി എന്നാണ് ഈ നെബുല അറിയപ്പെടുന്നത്. അടുത്തത് ഭൂമിയിൽ നിന്നും ഏകദേശം 19,570 പ്രകാശവർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സൂര്യന്റെ 70 മടങ്ങിലും കൂടുതൽ മാസുള്ള നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നക്ഷത്രമാണ് AG കരീന സ്റ്റാർ. അതായത് വികസിച്ച് പുറംപാളിയിലുള്ള പദാർത്ഥങ്ങളെല്ലാം പുറത്തേക്ക് തെറിച്ച് നക്ഷത്രത്തിന് ചുറ്റിലും മനോഹരമായ നെബുലയായി മാറിയിട്ടുണ്ട്. 5 പ്രകാശവർഷത്തോളം വലിപ്പമുള്ള ഈ നെബുലയുടെ ഹബിൾ പകർത്തിയ അതിമനോഹരമായ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അടുത്തത് നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത വളരെ വിചിത്രമായൊരു കാഴ്ചയാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 1300 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന ഹെർബിക് ഹീറോ ഒബ്ജക്റ്റ് HH24. പുതിയ നക്ഷത്രങ്ങൾ പിറവിയെടുക്കുമ്പോൾ പുറത്തേക്ക് തള്ളപ്പെടുന്ന അയണൈസ്ഡ് ഗ്യാസ് ജെറ്റുകൾ അമിത വേഗതയിൽ തൊട്ടടുത്തുള്ള നെബുലകളുമായി കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന രൂപമാണിത്. അടുത്തത് എലിപ്റ്റിക്കലും സ്പൈറലും ആകൃതിയല്ലാത്ത ലെന്റിക്കുലർ എന്ന വിചിത്ര ആകൃതിയുള്ള ഒരു ഗാലക്സിയാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 4 കോടി പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന NGC 1947 എന്ന ഗാലക്സി.
മറ്റ് ഗാലക്സികളെ അപേക്ഷിച്ച് ലെന്റിക്കുലർ ഗാലക്സികളിൽ പുതിയ നക്ഷത്രങ്ങൾ ജനിക്കുന്നതിന് ആവശ്യമായ പദാർത്ഥങ്ങൾ തീരെ കുറവായിരിക്കും. അടുത്തത് നാളിതുവരെ നമ്മൾ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിപ്പം കുറഞ്ഞ നെബുലകളിൽ ഒന്നാണ്. ഭൂമിയിൽ നിന്നും 3000 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന 90,000 കോടി കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ചെറിയ പ്ലാനറ്ററി നെബുലയായ NGC 7027. ഈ നെബുല രൂപപ്പെട്ടിട്ട് വെറും 600 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അടുത്തത് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏകദേശം 4 ലക്ഷത്തോളം നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന വലിയ ഗ്ലോബുലാർ ക്ലസ്റ്ററാണ്. ഇത് ഭൂമിയിൽ നിന്നും 7800 പ്രകാശവർഷങ്ങൾക്ക് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. NGC 6397. ഭൂമിയിൽ നിന്നും 25,000 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ മധ്യഭാഗമാണിത്. മധ്യഭാഗത്തുള്ള സജിറ്റേരിയസ് എ സ്റ്റാർ ബ്ലാക്ക് ഹോളിന് സമീപത്തായി വ്യത്യസ്ത തരത്തിൽപ്പെട്ട ധാരാളം നക്ഷത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തെ മിൽക്കി വേ ബൾജ് എന്നാണ് വിളിക്കുന്നത്. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ പഠനങ്ങളുടെ ഫലമായി നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ പ്രായവും വികാസവും കണക്കാക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുതന്നെയായിരുന്നു ഈ ദൂരദർശിനിയുടെ പ്രഥമ ലക്ഷ്യവും. പ്രപഞ്ചം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. ഈ പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ നിരക്കിനെ വിളിക്കുന്നത് ഹബിൾ കോൺസ്റ്റന്റ് എന്നാണ്. ഈ കോൺസ്റ്റന്റ് കണക്കാക്കിയിരുന്നതിൽ ഏകദേശം 50% എററുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ പഠനങ്ങളുടെ ഫലമായി 50% ഉണ്ടായിരുന്ന എറർ 10% കുറഞ്ഞു. സെഫീഡ് നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം കൃത്യമായി അളന്നാണ് ടെലസ്കോപ്പ് പഠനങ്ങൾ നടത്തിയത്. ഒരു പ്രത്യേക കാലയളവിൽ തെളിച്ചം കൂടിയും കുറഞ്ഞും വരുന്ന നക്ഷത്രങ്ങളാണ് ഈ സെഫീഡ് നക്ഷത്രങ്ങൾ. ഗാലക്സികൾ തമ്മിലുള്ള അകലം നിർണ്ണയിക്കുന്നത് ഈ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടാണ്. പ്രപഞ്ചത്തിന്റെ പ്രായം കണക്കാക്കാൻ സഹായിച്ചതിനോടൊപ്പം തന്നെ പ്രപഞ്ച വികാസത്തെപ്പറ്റിയും ഹബിൾ ധാരാളം പഠനങ്ങൾ നടത്തി. തിയറികൾ പറയുന്നതനുസരിച്ച് പ്രപഞ്ച വികാസത്തിന്റെ വേഗത ഗുരുത്വാകർഷണ ബലം മൂലം കുറഞ്ഞു വരേണ്ടതാണ്. എന്നാൽ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചത് പ്രപഞ്ചം ഈ ഗ്രാവിറ്റിയെയും മറികടന്ന് നിരന്തരം വികസിക്കുകയാണ്. ആ വികാസത്തിന്റെ വേഗതയും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാവിറ്റിയെ മറികടന്ന് പ്രപഞ്ചത്തെ വികസിപ്പിക്കുന്ന ഈ ഊർജം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടേയില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഈ ഊർജത്തെ ഡാർക്ക് എനർജി എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വിചിത്ര കാഴ്ചയാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 13.24 ബില്യൺ പ്രകാശവർഷങ്ങൾക്കകലെ, അതായത് 1324 കോടി പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു ഗാലക്സിയാണ്. അതായത് 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചം രൂപം കൊണ്ട ശേഷം ആദ്യം പിറവിയെടുത്ത നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗാലക്സി. പ്രപഞ്ചത്തിന്റെ വിദൂരതകളിൽ മാത്രമല്ല, നമ്മുടെ ഈ സൗരയൂഥത്തിനുള്ളിലും ഹബിൾ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജൂപ്പിറ്ററിൽ ഷുമാർക്കർ ലേവി 9 എന്ന വാൽനക്ഷത്രം ഇടിച്ച അത്യപൂർവമായ ആ സംഭവത്തെ ഹബിൾ പഠന വിധേയമാക്കി. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് പകർത്തിയ വ്യാഴത്തിന്റെ ചിത്രം വോയേജർ പകർത്തിയ ചിത്രങ്ങളെക്കാളും വ്യക്തമായിരുന്നു. കൂടാതെ സൗരയൂഥത്തിന്റെ അതിരിലുള്ള പ്ലൂട്ടോ, ഈറിസ് എന്നീ കുള്ളൻ ഗ്രഹങ്ങളെക്കുറിച്ചും ഹബിൾ പഠനങ്ങൾ നടത്തി. പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ടെക്സ്, നിക്സ്, ഹൈഡ്ര എന്നീ ഉപഗ്രഹങ്ങളെക്കുറിച്ചും ഹബിൾ ധാരാളം പഠനങ്ങൾ നടത്തി. വ്യാഴത്തിന്റെയും സൗരയൂഥത്തിലെയും ഏറ്റവും വലിയ ഉപഗ്രഹമായ ഗ്യാനിമേഡിലെ ഔറോറകളെ നിരീക്ഷിച്ചുകൊണ്ട് ഉപരിതലത്തിന്റെ താഴെ വലിയ സമുദ്രമുണ്ടെന്ന് കണ്ടെത്തി. ഇതുപോലെ നമുക്കൊരിക്കലും കാണുവാൻ സാധിച്ചിട്ടില്ലാത്ത വിചിത്രവും അത്ഭുതകരവുമായ ധാരാളം കണ്ടെത്തലുകൾ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് നടത്തിയിട്ടുണ്ട്. 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും ഹബിൾ പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഹബിൾ ടെലസ്കോപ്പിന് ദൃശ്യപ്രകാശവും അൾട്രാവയലറ്റ് കിരണങ്ങളും നിയർ ഇൻഫ്രാറെഡ് പ്രകാശവും മാത്രമേ കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഹബിളിൻ്റെ കാഴ്ചയ്ക്ക് ഒരു പരിധിയുണ്ട്. അങ്ങനെ ഇതിനേക്കാളും ക്ലാരിറ്റിയോടെ കാണുവാനും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം ഉത്ഭവിച്ച ആ കാലഘട്ടത്തെ പോലും വ്യക്തമായി മനസ്സിലാക്കുവാനും കഴിയുന്ന മികച്ച ഒരു ടെലസ്കോപ്പ് നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. 1996 തന്നെ പുതിയ ടെലസ്കോപ്പിൻ്റെ നിർമ്മാണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നെക്സ്റ്റ് ജനറേഷൻ സ്പേസ് ടെലസ്കോപ്പ് എന്ന് പേര് നൽകുവാൻ തീരുമാനിച്ച ആ ടെലസ്കോപ്പ് നിർമ്മിക്കാൻ പോകുന്നത് നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയായ ESAയും കനേഡിയൻ സ്പേസ് ഏജൻസിയായ CSAയും ചേർന്നാണ്. ടെലസ്കോപ്പിൻ്റെ നിർമ്മാണ വേളയിൽ ആദ്യം നൽകാൻ തീരുമാനിച്ചിരുന്ന പേരിന് പകരം നാസയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന ജെയിംസ് എഡ്വിൻ വെബിൻ്റെ പേര് നൽകുവാൻ തീരുമാനിച്ചു.
അങ്ങനെ പുതിയ ടെലസ്കോപ്പ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പായി മാറി. 2007 വിക്ഷേപിക്കുവാൻ പ്ലാൻ ചെയ്തായിരുന്നു നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് 3000 കോടി രൂപയാണ് നിർണയിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഈ പ്രോജക്റ്റ് അവസാനിച്ചപ്പോഴേക്കും ആകെ ചിലവ് 80,000 കോടി രൂപയോളമായി. നക്ഷത്രങ്ങളെ ഫോക്കസ് ചെയ്യുന്നതിന് ആവശ്യമായ ഫൈൻ ഗ്യാരൻറ്റീഡ് സെൻസർ, നിയർ ഇൻഫ്രാറെഡ് ഇമേജർ, സ്പെക്ട്രോഗ്രാഫ്, മിഡ് ഇൻഫ്രാറെഡ് ഇമേജർ, സെൻസർ എന്നിവയാണ് ഈ ടെലസ്കോപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ. ഈ ടെലസ്കോപ്പിന് പ്രധാനമായും 2 കണ്ണാടികളുണ്ട്. ടെലസ്കോപ്പിൻ്റെ പ്രധാന കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത് 8 ഷഡ്ഭുജാകാര ദർപ്പണങ്ങൾ ചേർത്ത് വെച്ചാണ്. ഇതിൻ്റെ ആകെ വ്യാസം 21 അടിയോളമാണ്, അതായത് 6.5 മീറ്റർ. സ്വർണം പൂശിയ ബെറിലിയം കണ്ണാടികളാണ് ഈ 18 എണ്ണവും. ഇൻഫ്രാറെഡ് കിരണങ്ങളുടെ മെച്ചപ്പെട്ട പ്രതിഫലനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കണ്ണാടികളിൽ സ്വർണം പൂശിയിരിക്കുന്നത്. രണ്ടാമത്തെ കണ്ണാടിക്ക് 0.74 മീറ്റർ വ്യാസമാണുള്ളത്. ഈ കണ്ണാടികൾ ഉപയോഗിച്ച് ടെലസ്കോപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഇൻഫ്രാറെഡ് പ്രകാശങ്ങൾ വന്നു പതിക്കുന്നത് വലിയ കണ്ണാടിയിലാണ്. അവിടെ നിന്നും അവ പ്രതിഫലിച്ച് നേരെ രണ്ടാമത്തെ കണ്ണാടിയിൽ പതിക്കും. രണ്ടാമത്തെ കണ്ണാടിയിൽ നിന്നും ഈ പ്രകാശകിരണങ്ങൾ നേരെ ചെല്ലുന്നത് മധ്യഭാഗത്തെ സെൻസറുകളിലേക്കാണ്. സെൻസറുകളിൽ പതിക്കുന്ന കിരണങ്ങളെ അതിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രോസസ്സറുകളുടെ സഹായത്തോടെ വ്യക്തമായ ചിത്രങ്ങളാക്കി മാറ്റുകയും JWST ഈ ചിത്രങ്ങളെയെല്ലാം നാസയിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഈ ടെലസ്കോപ്പിൻ്റെ ആകെ വലിപ്പം ഒരു വലിയ ടെന്നീസ് കോർട്ടിൻ്റെ അത്രത്തോളം നീളവും 3 നില കെട്ടിടത്തിൻ്റെ അത്രത്തോളം ഉയരവുമാണ്. 6350 കിലോഗ്രാമോളമാണ് ഇതിൻ്റെ ഭാരം. 1996 നിർമ്മാണം തുടങ്ങി നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷം 2021 ഡിസംബർ മാസം 25-ാം തീയതി യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയൻ 5 എന്ന ലോഞ്ചിങ് വെഹിക്കിളിൽ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും വെറും 547 കിലോമീറ്റർ മാത്രം മുകളിലാണ്. എന്നാൽ JWST ലഗ്രാഞ്ചെ പോയിന്റ് 2 അഥവാ L2 എന്നറിയപ്പെടുന്ന ഒരു ബിന്ദുവിന് ചുറ്റും ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ പരിക്രമണ പാതയ്ക്കും പുറത്ത് ഭൂമിയിൽ നിന്നും ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥാനം. 2 വലിയ ബഹിരാകാശ വസ്തുക്കളുടെ ഗുരുത്വാകർഷണ ബലങ്ങൾ തമ്മിൽ ബാലൻസ് ചെയ്യപ്പെടുന്ന മേഖലകളെയാണ് ലഗ്രാഞ്ചെ പോയിന്റുകൾ എന്ന് പറയുന്നത്. ഭൂമിക്കും സൂര്യനും ഇടയിൽ 5 ലഗ്രാഞ്ചെ പോയിന്റുകളാണുള്ളത്. അവയിൽ രണ്ടാമത്തെ ലഗ്രാഞ്ചെ പോയിന്റിലാണ് JWST ഭൂമിയോടൊപ്പം സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ പ്രവർത്തനത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ അതിശയകരമായ നിരവധി കണ്ടെത്തലുകൾ നടത്തി. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് കണ്ട ഏതാനും അത്ഭുത കാഴ്ചകൾ ഇനി നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് JWSTയുടെ ആദ്യത്തെ ഡീപ്പ് ഫീൽഡ് ഇമേജാണ്. ധാരാളം ഗാലക്സികൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സ്മാക്സ് 0723 എന്ന ഗാലക്സി ക്ലസ്റ്ററിൻ്റെ ചിത്രമാണിത്. നമ്മുടെ സൂര്യനും ഭൂമിയും സൗരയൂഥവും എല്ലാം രൂപം കൊണ്ടിട്ട് ഏകദേശം 460 കോടി വർഷങ്ങളായി എന്ന് നമുക്കറിയാം. അത്രത്തോളം, അതായത് 460 കോടി പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഗാലക്സികളുടെ കൂട്ടത്തെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ 460 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഗാലക്സികളുടെ എല്ലാം അവസ്ഥ. നമ്മളെ എല്ലാവരെയും ജെയിംസ് വെബ് ടെലസ്കോപ്പ് സൗരയൂഥം രൂപം കൊണ്ട ആ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹബിൾ ടെലസ്കോപ്പും ആഴ്ചകളോളം സമയമെടുത്ത് ഇതേ ചിത്രം തന്നെ പകർത്തിയിരുന്നു. എന്നാൽ വെറും 12.5 മണിക്കൂറുകൾ കൊണ്ട് മാത്രം JWST പകർത്തിയ ഈ ചിത്രമാണ് ഏറ്റവും മികച്ചത്. ഈ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രത്യേകതകൾ കാണുവാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഈ ക്ലസ്റ്ററിന് ചുറ്റിലുമുള്ള ചില ഗാലക്സികൾ വലിഞ്ഞു നിൽക്കുന്ന കാഴ്ച. ഇത് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എഫക്റ്റ് മൂലം സംഭവിക്കുന്നതാണ്. അതായത് ഒരുപാട് കട്ടി കൂടിയ ഗാലക്സികൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ഈ ഗാലക്സി ക്ലസ്റ്ററിന് ഒരുപാട് മാസ് കൂടുതലായിരിക്കും. ഇത്രത്തോളം മാസ് കൂടുതലുള്ള ഭാഗങ്ങൾക്ക് ചുറ്റിലുമുള്ള പ്രദേശം അഥവാ ബഹിരാകാശം ആ മാസിനനുസരിച്ച് വളയും. അതിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തിനും ഇതേ വളവ് അനുഭവപ്പെടും. ഇത് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്ന ഒരു എഫക്റ്റ് മൂലം സംഭവിക്കുന്നതാണ്. ഈ വലിയ ഗാലക്റ്റിക് ക്ലസ്റ്ററിൻ്റെ ചിത്രത്തിൽ നമ്മെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്. ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഈ ചെറിയ ചുവന്ന നിറത്തിലുള്ള ഗാലക്സി. ഈ ഗാലക്സി സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് പ്രകാശവർഷങ്ങൾക്കപ്പുറത്താണ്.
ഏകദേശം 1310 കോടി പ്രകാശവർഷങ്ങൾക്കകലെ. അതായത് ഈ ഗാലക്സി പ്രപഞ്ചം രൂപം കൊണ്ട ശേഷം വെറും 60 കോടി വർഷങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ രൂപം കൊണ്ട ഗാലക്സിയാണ്. അടുത്തത് അനേകം പ്രകാശവർഷങ്ങളോളം വിസ്തൃതിയിൽ നീണ്ടുകിടക്കുന്ന ഭീമാകാരമായൊരു ബഹിരാകാശ ഘടനയാണ്. നമ്മുടെ ഗാലക്സിയിലുള്ള വലിയ നക്ഷത്ര നഴ്സറികളിൽ ഒന്ന് കരീന നെബുല. 8500 പ്രകാശവർഷം അകലെയാണ് ഈ വലിയ നെബുല സ്ഥിതി ചെയ്യുന്നത്. 9 ലക്ഷം സൂര്യന്മാരെക്കാൾ കൂടുതൽ മാസുണ്ട് ഈ നെബുലയിൽ. വാതകങ്ങളും പൊടിപടലങ്ങളും ഭീമാകാരമായ മേഘങ്ങളും മാത്രമല്ല, 10,000 നക്ഷത്രങ്ങളും അടങ്ങിയിട്ടുണ്ട് ഈ വലിയ നെബുലയിൽ. 460 പ്രകാശവർഷത്തോളമാണ് ഇതിൻ്റെ വ്യാസം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹബിൾ ടെലസ്കോപ്പും JWSTയും പകർത്തിയ ഇതേ നെബുലയുടെ ചിത്രമാണ്. JWSTയുടെ ചിത്രത്തിനാണ് കൂടുതൽ ക്ലാരിറ്റി. ഈ ഒറ്റ ചിത്രത്തിൽ നിന്നും ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ 7 പ്രകാശവർഷത്തോളം ഉയരമുള്ള ഈ ഘടനയുടെ പേരാണ് കോസ്മിക് ക്ലിഫ്. ഇത്തരം ഘടനകൾക്കുള്ളിൽ നിന്നുമാണ് പുതിയ നക്ഷത്രങ്ങൾ ജനിക്കുന്നത്. ആ നക്ഷത്രങ്ങൾ ജനിക്കുന്നതും ഈ ചിത്രത്തിലൂടെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അന്നേ വരെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത അനേകം നക്ഷത്രങ്ങളെ ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങളെ മാത്രമല്ല, അനേകം നക്ഷത്രങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം സ്റ്റെല്ലാർ നഴ്സറിയും ഈ നെബുലയുടെ ചിത്രത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അനേകം പ്രകാശവർഷങ്ങളുടെ വിസ്തൃതിയിൽ നീണ്ടുകിടക്കുന്ന വലിയ ഘടനകൾ മാത്രമല്ല, ബഹിരാകാശത്തിൻ്റെ ആഴങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒറ്റപ്പെട്ട ധാരാളം വസ്തുക്കളും JWST കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തത് വളരെ കുറഞ്ഞ സാന്ദ്രതയുള്ള തിളങ്ങുന്ന എക്സോപ്ലാനറ്റായ വാസ്പ് 96bയുടെ സ്പെക്ട്രൽ വിശകലനമാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 1140 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വാതക ഭീമൻ എക്സോപ്ലാനറ്റാണിത്. ഇതിന് വ്യാഴത്തിൻ്റെ പകുതി പിണ്ഡവും വ്യാഴത്തേക്കാൾ 20% കൂടുതൽ വ്യാസവുമുണ്ട്. ഈ ഗ്രഹം വലം വയ്ക്കുന്നത് നമ്മുടെ സൂര്യനെ പോലെ തന്നെയുള്ള വാസ്പ് 96 എന്ന് പേരിട്ടിരിക്കുന്ന ഒരു വലിയ നക്ഷത്രത്തെയാണ്. ഇത് നക്ഷത്രത്തിൻ്റെ തൊട്ട് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. തൊട്ട് സമീപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രത്തിൽ നിന്നും 0.045 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് മാത്രം അകലത്തിൽ. അതായത് സൂര്യനിൽ നിന്നും ബുധൻ സ്ഥിതി ചെയ്യുന്ന ദൂരത്തിൻ്റെ 1/9 മാത്രം അകലം. ഇത്രത്തോളം സമീപത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഗ്രഹത്തിൻ്റെ പുറംപാളിയുടെ താപനില എന്നത് ഒരുപാട് കൂടുതലാണ്. ഏകദേശം 1285 കെൽവിൻ. നക്ഷത്രത്തിൽ നിന്നും വരുന്ന സൗരക്കാറ്റ് മൂലം ഇതിൻ്റെ അന്തരീക്ഷത്തിന് വലിയ രീതിയിൽ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 ജൂലൈ മാസം ജെയിംസ് വെബ് ടെലസ്കോപ്പിൽ നിന്നും ലഭിച്ച പ്രാരംഭ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചതിൽ ഒന്നാണ് വാസ്പ് 96bയുടെ സ്പെക്ട്രം. ഈ സ്പെക്ട്രത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ മൂടൽമഞ്ഞും മേഘങ്ങളും ഉണ്ട് എന്നതിൻ്റെ തെളിവുകളും ലഭിച്ചു. ജലബാഷ്പം, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, സോഡിയം, പൊട്ടാസ്യം എന്നിവയുടെയെല്ലാം വ്യക്തമായ സ്വാധീനം കണ്ടുപിടിക്കുകയും ചെയ്തു. അടുത്തത് നമ്മിൽ നിന്നും വെറും 69 പ്രകാശവർഷങ്ങൾ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന 3 ബ്രൗൺ കുള്ളന്മാർ മാത്രമടങ്ങുന്ന അസാധാരണമായ ഒരു സംവിധാനമാണ്. ഇവയിൽ ഏറ്റവും വലിപ്പമുള്ള 2 വസ്തുക്കൾ തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട്. 2 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലാണ് ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത്. ഇവയുടെ ആകെ പിണ്ഡം നമ്മുടെ വ്യാഴത്തിൻ്റെ 100 മടങ്ങിലും കൂടുതലാണ്. താപനില നോക്കുകയാണെങ്കിൽ 2300 ഡിഗ്രി സെൽഷ്യസിലും മുകളിലാണ്. ഈ ട്രിപ്പിൾ ബ്രൗൺ ഡ്വാർഫ് സിസ്റ്റത്തിലെ 3ാമത്തെ അംഗം കേന്ദ്രത്തിൽ നിന്നും 100 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന വലിയ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വ്യാഴവുമായി താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ അതിൻ്റെ പിണ്ഡം വ്യാഴത്തിൻ്റെ 20 മടങ്ങിലും കൂടുതലാണ്. മാസ് മാത്രമല്ല, വലിപ്പവും വ്യാഴത്തിൻ്റെ 20% കൂടുതലാണ്. പുറംപാളിയുടെ താപനില ഏകദേശം 1000 ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ വരും. ഈ തവിട്ട് കുള്ളന്മാരുടെ പുറംപാളികളിൽ ജലവും മീഥൈനും കാർബൺ ഡയോക്സൈഡും പോലുള്ള സാധാരണ ഘടകങ്ങൾ മാത്രമല്ല ഉള്ളത്. വിവിധ സിലിക്കൺ സംയുക്തങ്ങളുടെ സൂക്ഷ്മ കണികകളും അവയിൽ അടങ്ങിയിട്ടുണ്ട്. അവയിൽ വളരെ ലളിതമായ ക്വാർട്സ് മുതൽ ഒരുപാട് സങ്കീർണമായ പല പദാർത്ഥങ്ങളുമുണ്ട്. ഇവയെല്ലാം വലിയ മേഘങ്ങളുടെ രൂപത്തിൽ ഈ ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിലാണ് കാണപ്പെടുന്നത്. വിദൂര ചിത്രങ്ങൾ മാത്രമല്ല, നമ്മുടെ സൗരയൂഥത്തിലെ ചില ഗ്രഹങ്ങളുടെ അതിമനോഹരമായ ചിത്രങ്ങളും JWST പകർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സൗരയൂഥത്തിലെ അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിനെയാണ്. ഒരുപാട് കട്ടി കുറഞ്ഞ നെപ്റ്റ്യൂണിൻ്റെ വളയങ്ങളെയും നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹങ്ങളെയും അടക്കം നമുക്ക് ഈ ഒരൊറ്റ ചിത്രത്തിൽ നിന്ന് തന്നെ കാണുവാൻ സാധിക്കും.
അടുത്തത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വാതക ഭീമൻ ജൂപ്പിറ്റർ എന്ന വ്യാഴമാണ്. ജൂപ്പിറ്ററിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും കാണാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ മനോഹരമായ ചിത്രമുള്ളത്. ഒരുപാട് കട്ടി കുറഞ്ഞ വളയങ്ങളും കൊടുങ്കാറ്റുകളും ദ ഗ്രേറ്റ് റെഡ് സ്പോട്ടും ഒറോറകളും എല്ലാം. ജൂപ്പിറ്ററിൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് JWST പകർത്തിയ ചിത്രം. ഇവ മാത്രമല്ല, ഇനിയും ധാരാളം അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ JWST പകർത്തി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.